WCC പലപ്പോഴും പല വിഷയങ്ങളിലും എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം, അവരുടെ നിലപാട് വ്യക്തികൾക്കനുസരിച്ച് മാറുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം അവർക്ക് വളരെ പ്രിയപ്പെട്ടവരാകുമ്പോൾ അവർക്ക് ടാർഗറ്റ് ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർ ശബ്ദമുയർത്തും. പിന്നെ WCC എന്ന് പറയുന്ന ഒരു സംഘടനയല്ലല്ലോ. WCC ഒരു സംഘടനയല്ല. എനിക്ക് WCCയോടുള്ള ഏറ്റവും വലിയ പ്രതിഷേധം എന്ന് പറയുന്നത്, ഞാനതിൽ ഇല്ലാത്തത് കൊണ്ടല്ല, എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ ഭയങ്കര മടി. എന്താ അറിയോ, ഞാനതിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിനെ വിമർശിക്കുന്നത് എന്നുള്ളൊരു ദ്വയാർത്ഥം അതിൽ വരുന്നത് കൊണ്ടാണ് ഞാൻ പലപ്പോഴും അതിനെക്കുറിച്ചൊന്നും മിണ്ടാത്തത്. പക്ഷേ WCC രൂപീകരിച്ചപ്പോൾ, ആക്ച്വലി WCC രൂപീകരിക്കുന്നതിന് മുമ്പേ ബീന പോൾ ഞാനും കൂടെ ഇരുന്ന് ഇതിനെക്കുറിച്ച് കുറേ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു കാർ യാത്രയിലാണ് ഇത് സംസാരിക്കുന്നത്. ഞാൻ ഇതുവരെ എവിടെയും അത് പറഞ്ഞിട്ടില്ല. ഒരു കാർ യാത്രയിലാണ് ബീന പോൾ എന്നോട് പറയുന്നത്, നമ്മളിങ്ങനെ നമുക്കൊരു സംഘടന ഉണ്ടാക്കണം, നമ്മൾ തീർച്ചയായിട്ടും വേണം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നെ ബീന വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് പോയി. അന്ന് വൈകുന്നേരം ഈ സംഘടന രൂപീകരിക്കുകയാണ്. പക്ഷെ ഞാൻ അറിയുന്നില്ല, എന്നോട് പറയുന്നില്ല. പിറ്റേ ദിവസം TV-യിൽ ന്യൂസ് വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് രൂപീകരിച്ച് കഴിഞ്ഞു എന്ന്. അപ്പം എന്തിനാണ് എന്നെ മാറ്റി നിർത്തിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനത് അവരോട് ചോദിക്കാനും പോയിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് എനിക്കറിയില്ല, അവരുടെ ഇഷ്ടം. ഇപ്പം ഞാൻ ഇല്ലാത്തത് കൊണ്ട് ആ സംഘടനയ്ക്ക് പ്രത്യേകിച്ച് വീഴ്ചയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. എന്നാൽ ആ സംഘടനയിൽ ഞാനില്ലാത്തതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് നഷ്ടവും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് എനിക്കതൊരു വിഷയമല്ല. പക്ഷേ അങ്ങനെ ഒരു സംഘടന രൂപീകരിച്ചപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. കാരണം സ്ത്രീകൾക്ക് പോയി സങ്കടം പറയാൻ ഒരു ഇടം, അതാണ് WCC. അപ്പോൾ തീർച്ചയായിട്ടും സിനിമയ്ക്കകത്ത് ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷേ അത് കേൾക്കാൻ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പുരുഷാധിപത്യം നിറഞ്ഞ ഈ ഫീൽഡിൽ ആളില്ല. അങ്ങനെ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രസ്ഥാനം വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരുപാട് ഗുണം ചെയ്യും ഒരുപാട് സ്ത്രീകൾക്ക് എന്ന് മാത്രമല്ല, ആ കൂട്ടായ്മ ഒരു സംഘടനയാക്കണമെന്നും ആ സംഘടനയ്ക്ക് വളരെ വ്യക്തമായ ശക്തമായ ലീഡർ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആരെങ്കിലും അതിനെ മുന്നിൽ നിന്ന് നടത്താൻ അങ്ങനെ ഒന്നുമില്ല അവിടെ. ആരാണ് അതിൻ്റെ ലീഡർ എന്ന് ചോദിച്ചാൽ നമുക്കൊരാളെ പേര് പറയാൻ പറ്റും. അതൊരു വിമൺ കളക്റ്റീവ് എന്നുള്ള അർത്ഥത്തിലാണ് അവർ നോക്കിക്കാണുന്നത്. അത് കളക്റ്റീവ് ആയതുകൊണ്ട് മാത്രം കാര്യമായില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം